ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചെല്ലട്ടെ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ നൂലപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ എടുക്കുമ്പോൾ 1/4 കപ്പ് അരിപ്പൊടി എടുക്കണം കേട്ടോ. ആ ഒരു കണക്കിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ കയ്യിൽ കപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന അത്യാവശ്യം മീഡിയം സൈസ് ഒരു ഗ്ലാസ് എല്ലാത്തിനും അളവായിട്ട് വെച്ചാലും മതിയാകും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട്. ഞാൻ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്കായ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ആ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അപ്പസോഡ, അതായത് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ആദ്യം തന്നെ ഒന്നായിട്ട് ഒഴിക്കേണ്ട കേട്ടോ. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം പോരെ കേട്ടോ, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ, അതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിലെ കട്ടകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്നാക്ക് നമുക്ക് ഒരുപാട് ലൂസ് വേണ്ട, കുറച്ച് ടൈറ്റിലാണ് നമുക്കിത് വേണ്ടത്. കൺസിസ്റ്റൻസി പറയുമ്പോൾ ഒരു ദോശ മാവിനേലും ഒക്കെ കുറച്ചുകൂടി കട്ടിയായിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കുക. കണ്ടോ, ഈ ഒരു പരുവം കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കലക്കിയെടുക്കാൻ. ഇത്രയും മതി. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം താത്തി വെക്കണം കേട്ടോ.
ഒരു മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് ഓയിൽ ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ കോരി ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ലതായിട്ടിത് പൊങ്ങി വരികയും ചെയ്യും. നല്ല സോഫ്റ്റാണ് കേട്ടോ. അല്പം ഒരു ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ മുകളൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ അതിൻ്റെ മേത്തൊക്കെ ഇങ്ങനെ നമ്മൾ എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതനുസരിച്ചിട്ട് അത് നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇനി നമുക്കിതൊരു ഭാഗമാകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട അത് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം, ആദ്യം ഇട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു ചീനച്ചട്ടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് വൈഡായിട്ടുള്ളൊരു പാത്രമാണെങ്കിൽ നമുക്ക് 2 3 ഒക്കെ ഒപ്പം ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.